എടുത്തില്ല. ഞാൻ വിളിച്ച സമയത്ത് എന്റെ ഫ്രണ്ട് വന്നാണ്. അല്ലെങ്കിൽ അമ്മാര് മലബാർ സൈഡ് മറ്റേ അവിടെ കിടന്ന് നിലത്തേ ഉള്ളൂ. അമ്മാര് ഈ സൗത്ത് സൈഡിലോട്ടുള്ള ഇതിലോട്ടൊന്നും വലുതായിട്ടില്ല. ബാംഗ്ലൂരിൽ കിടന്നുള്ള കളി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മലബാർ സൈഡ്. അപ്പൊ ഈ എല്ലാരും ഈ പണി കിട്ടിയ പിള്ളേരെ കണക്ക് വായോടെ ചിണ്ടായിരിക്കുമെന്നൊന്നും ഇനിയിപ്പം അവിടെ ഉള്ള ടീംസുകളൊന്നും വിചാരിക്കണ്ട. കാരണം ഒരാൾ പ്രതികരിച്ചു തുടങ്ങി, ഇനി 9 പേര് പ്രതികരിച്ചു തുടങ്ങി. പൂട്ടിക്കെട്ടും എന്തായാലും, വരുന്ന കാലഘട്ടങ്ങളിൽ പൂട്ടിക്കെട്ടും. പക്ഷെ പുള്ളി ഇത്രയും ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു, ആൾക്കാരുടെ പേര് ഉൾപ്പെടെ എടുത്ത് പറഞ്ഞു ചെയ്തു. സ്റ്റിൽ ഞാൻ വിളിച്ച സമയത്ത് അറിയാ ഇമ്പാക്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇമ്പാക്ട് ഉണ്ട് അറിയാ. ഒരു 10:30 കഴിയുമ്പോ ഇപ്പൊ ABP ലൈനിലൊക്കെ ഭയങ്കര ചെക്കിംഗ് ആണ്. മലയാളി സ്റ്റുഡൻസ് ആണെങ്കിൽ വെളിയിലുണ്ടെങ്കിൽ അവന്മാരെ മുട്ടിൽ ലാത്തി വെച്ചടിച്ച് ഓടിച്ചകത്ത് കയറ്റും. ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിട്ട് പോലും അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും ആർക്കും പറ്റിയിട്ടില്ല. കാര്യം എന്താണ്, ബാംഗ്ലൂർ പോലീസ് ഒരു ഇടയിലിരിക്കുക. അതുകൊണ്ട് അവർ ചെയ്യത്തില്ല. കാരണം അവർക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണല്ലോ. ഇപ്പൊ ഇവര് ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ പോലീസുകാർക്ക് കമ്മീഷനാണ്. ഈ 6 ലക്ഷം വാങ്ങിക്കുന്നതിന് 19,000 ഈ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് കൊണ്ട് വെച്ചു കൊടുക്കുന്ന ആ പയ്യന് ഇൻഫോം ആണ്, അവന് കമ്മീഷൻ, ബാക്കി പൈസ അവന്മാർക്ക്. അങ്ങനെയാണ് സംഭവങ്ങൾ പോകുന്ന. സോ അവിടെ ബാംഗ്ലൂർ പോലീസുകാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയിൽ അമ്മാരി കാലത്തിനും കാണിക്കത്തില്ലായിരുന്നു. മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാനായിട്ട് അവിടെ ധൈര്യമുള്ള ആരുമില്ല. ഇത് ഈ പണി കിട്ടിയിട്ടുള്ള ആരും വെളിയിൽ പറയത്തുമില്ല. ബാക്കിയുള്ളവർ പേടിച്ചോടെ നിൽക്കുകയും ചെയ്യും. പോലീസുകാരുടെ തിരിഞ്ഞറിയില്ല. ഇതാണ് അവസ്ഥ. സോ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂരിലൊക്കെ കയറി പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസും കയറ്റി വിടാൻ നിൽക്കുന്ന പാരൻസും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഏതെങ്കിലും ഏജന്റ് വഴിയിൽ കണക്ട് ചെയ്യുക. നല്ലൊരു കോളേജിൽ മാക്സിമം എല്ലാവരും കോളേജ് ഹോസ്റ്റലിലൊക്കെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. പൈസ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും രണ്ടോമാർക്ക് കൊണ്ടുപോയി പൈസ വാക്കിരി ഇടാതിരിക്കാനായിട്ടുള്ളൊരു മുൻകരുതൽ എടുത്ത് സ്വന്തം ലൈഫ് കളിക്കാതെ ബാംഗ്ലൂർ മര്യാദയ്ക്ക് പോവുക, പഠിച്ചിട്ട് മര്യാദയ്ക്ക് വരിക. സ്വന്തം കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലടാ അറിയാ എന്നാണ് എന്നെ വിളിച്ചിട്ട് അവിടെ നിൽക്കുന്ന പയ്യന്മാരാണ് ഓരോ വേലത്തിനൊക്കെ പോകുമ്പോൾ. അതായത് പാർട്ടി, പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ പോകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ പെണ്ണുങ്ങളെ റൂമിൽ തോക്കും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളതൊന്നും ഇല്ലാതെ നിർത്തിയിട്ട് അവന്മാരെ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തും. അതെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ഇടയിൽ കഞ്ചാവും കുട്ടിയും വിക്കറ്റിൽ വെച്ചിട്ട് അതിലും ഭീഷണിപ്പെടുത്തും. കയ്യിലുള്ള പൈസ പോകും. ജീവിതം തുലയ്ക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മര്യാദയ്ക്ക് പോയി നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നത്. അപ്പോൾ കയറി പോകുന്ന ആൾക്കാർ നിങ്ങളെ സൂക്ഷിക്കും. എന്നെക്കൊണ്ടൊരു ഇതൊന്നും ചെയ്യാനില്ല. അപ്പൊ പുള്ളി ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇവിടെ ഇന്നാണ് സംഭവം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളി അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് വല്ലാണ്ട് കയ്യിൽ പൈസ കൊണ്ട് തിരികെ കൊടുത്തിട്ട് പഠിത്തം കളഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇതെല്ലാം വെളിയിൽ വരും. സോ ഇതിൽ എനിക്കറിയാവുന്ന കാര്യം പറയാമെന്നാണ്. ശ്രദ്ധിക്കുക.